തിരുവനന്തപുരത്തും മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. സുനിൽ അരുമാനൂർ തിരുവനന്തപുരത്തു നിന്നും. സുനിൽ, ഇപ്പോഴത്തെ അവസ്ഥ ഏത് തരത്തിലാണ്? പ്രദീപ്, ഇപ്പോൾ മേയർ സ്ഥാനത്തേക്കുള്ളവരുടെ നോമിനേഷൻസ്, അതായത് നിർദ്ദേശിക്കുകയും അത് പിന്താങ്ങുകയും ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ, വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ LDFിൽ നിന്ന് VK പ്രശാന്തിനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്, അതിനെ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UDFിൽ നിന്ന് ജോൺസനാണ് ഇതിനകത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത്. BJPയിൽ നിന്ന് ഗിരിയെയും നിർദ്ദേശിച്ചിട്ടുണ്ട്, ഇവരെ പിന്താങ്ങിയിട്ടുണ്ട്. ഇനിയാണ് വോട്ടിംഗ് പ്രക്രിയയിലേക്ക് കടക്കുന്നത്. ബാലറ്റ് പേപ്പറിലാണ് വോട്ടിംഗ് നടത്തുക. അതിൽ ബാലറ്റ് പേപ്പറിൽ ഓരോ കൗൺസിലർമാരും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അതിൻ്റെ പുറകുവശത്ത് പേരെഴുതി അവരുടെ സിഗ്നേച്ചറും രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഇതിനകത്ത് ഓരോ കക്ഷിക്കും ഉള്ള വിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിപ്പ് ലംഘിച്ചോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും ഏതൊക്കെ വോട്ടുകളാണ് രേഖപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരമൊരു നടപടിക്രമത്തിലേക്ക് പോകുന്നത്. ഇനി വോട്ടിംഗ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചാണെങ്കിൽ 21 സീറ്റുള്ള UDFിനായിരിക്കും. അങ്ങനെയെങ്കിൽ അവർ ഇതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഒഴിവാകും. അതിനുശേഷം മറ്റ് രണ്ടുപേരെ വെച്ചിട്ടായിരിക്കും, അതായത് BJPയുടെ സ്ഥാനാർത്ഥിയും LDFിൻ്റെ സ്ഥാനാർത്ഥിയും വെച്ചിട്ടായിരിക്കും വോട്ടിംഗ് പുരോഗമിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും വിജയിയായി പ്രഖ്യാപിക്കുക. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ, ഒരു സ്ഥാനത്തേക്ക് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അതിനകത്ത് അവരുടെ വോട്ട് തുല്യമായി വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിനെ നറുക്കെട്ടെടുക്കുന്ന രീതിയിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം ഭരണാധികാരി അത്തരം നടപടിക്രമങ്ങളിലേക്കും പോകും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം മാത്രമേ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പോകൂ. ഇപ്പോൾ വോട്ടിംഗ് കഴിഞ്ഞാൽ അത് വോട്ടെണ്ണുകയും അതിനുശേഷം ഔദ്യോഗികമായി ഭരണാധികാരി മേയർ ആരാണെന്ന് പ്രഖ്യാപിക്കുകയും അതിനുശേഷം സത്യപ്രതിജ്ഞയുമുണ്ട്. ആ സമയത്ത് മാത്രമേ അടക്കം ഈ കൗൺസിൽ ഹാളിലേക്ക് പ്രവേശനമുള്ളൂ. ഇപ്പോൾ വോട്ടിംഗ് പ്രക്രിയ ആരംഭിച്ചപ്പോൾ തന്നെ മീഡിയാസ് ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൗൺസിലേഴ്സും ഈ വോട്ടിംഗ് പ്രക്രിയയുമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമേ ഇതിനകത്തുള്ളൂ.